ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഫൗണ്ടേഷൻ വരെ നമ്മൾ സംസാരിച്ചു. ഫൗണ്ടേഷന് ശേഷം അടുത്ത ഏത് ഫൗണ്ടേഷനാണ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ റാൻഡം റബിൾ ഫൗണ്ടേഷൻ നമ്മൾ പറഞ്ഞു, പാറ കെട്ടുന്നത് പോലെ. അത് നോർമലി നമ്മൾ പാറ അടുക്കി കയറി കെട്ടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോളം ബീം സ്ട്രക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ കോളം ഫുട്ടിങ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറയാം. അതിൽ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇതിപ്പോൾ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റ് കോളം ഫുട്ടിംഗ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്തു. സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് സ്ട്രക്ചറൽ എഞ്ചിനീയർ തന്ന ഡ്രോയിങ് അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ആദ്യം മണ്ണൊന്ന് കോമ്പാക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു GSP വേസ്റ്റ് ഒരു 30 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇട്ടു. അതിനുശേഷം ഒരു 15 സെൻറ്റിമീറ്റർ PCC പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഒരു 1:4:8 എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷനിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മാറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാറ്റിൻ്റെ കമ്പികളുണ്ട്. ഇവിടെ പോസ്റ്റ് ടെൻഷൻ കോൺക്രീറ്റ് ആണ്, അത് PT സ്ലാബാണ് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ PT സ്ലാബ് ചെയ്യുമ്പോൾ തന്നെ ഇതിലെ സ്പാനുകളുടെ ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോളങ്ങളിലൊക്കെ കമ്പികളുടെ എണ്ണമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. കോളത്തിൻ്റെ സൈസുകൾ 25-ൻ്റെ സ്റ്റീൽ വരെ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുപോലെ ഈ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നമ്മൾ പ്രൈമറി സ്റ്റീലുകളായിരിക്കും നമ്മുടെ പ്രൊജക്റ്റിലെല്ലാം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജിന്താലും വൈശാഖുമാണ് ഇവിടുത്തെ കമ്പികളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊരു മാറ്റ് ചെയ്തു. ഈ മാറ്റിന് പ്രോപ്പറായിട്ടുള്ള കവർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം, ക്ലിയർ കവർ. അപ്പോൾ നമ്മൾ ഫുട്ടിങ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് നമ്മൾ മിനിമം 40 to 50 mm കവർ ബ്ലോക്ക് വെച്ച് കവറിങ് കൊടുക്കണം പ്രോപ്പറായിട്ട്. ഓക്കെ, അതുപോലെ കോളത്തിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ കോളത്തിൻ്റെ സൈസ് നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 32 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 40/60 ആണ്. സോ രണ്ട് സൈഡിലും കോളത്തിന് നമ്മൾ 40 mm ക്ലിയർ കവർ കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ ബീമിലാണെന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ 25 mm ക്ലിയർ കവർ കൊടുക്കണം. സ്ലാബിലാണെങ്കിൽ മിനിമം 20 mm ക്ലിയർ കവർ കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ഓരോ വീഡിയോയിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ കവർ ശ്രദ്ധിക്കണം. അതുപോലെ RCC ഇവിടെ നമ്മൾ റെഡിമിക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി, അതുപോലെ മണ്ണിൻ്റെ കട്ടി, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫുട്ടിങ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.